PCOD ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് PCOD ഉണ്ടോയെന്ന് എങ്ങനെ നമുക്കറിയാൻ പറ്റുക? എന്താ ലക്ഷണങ്ങൾ? പീരിയഡ്സ് ക്രമം തെറ്റി വരും അല്ലേ? പീരിയഡ്സ് സമയത്തിനാവൂല, ചിലപ്പോൾ വൈകി ഞാൻ പറഞ്ഞു 28 ദിവസം കൂടുമ്പോൾ വരണം എന്ന് പറഞ്ഞു. 28ാം ദിവസം തന്നെ വരണം എന്നുണ്ടോ? എത്ര ദിവസം വൈകാം ശരിക്കും? ഒരു മാസമൊന്നുമില്ല. എത്ര ദിവസം വൈകാം? 15 ദിവസം വൈകാം, 15 ദിവസം മുന്നിലേക്ക് വരാം. ഇപ്പോൾ ജനുവരി 1-ാം തീയതി പീരിയഡ്സ് ആയൊരു കുട്ടി, അവളുടെ അടുത്ത പീരിയഡ്സിൻ്റെ ഡേറ്റ് നിങ്ങൾ എങ്ങനെ കണക്ക് കൂട്ടുക? ഫെബ്രുവരി 1-ാം തീയതി എന്നാണ് നിങ്ങളെ മനസ്സിലുണ്ടാവുക അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തം പീരിയഡ്സിൻ്റെ ഡേറ്റ് അറിയോ? ഇവിടെ എത്ര പേർക്ക് സ്വന്തം പീരിയഡ്സിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റും? അടുത്ത മാസം എനിക്ക് ഏകദേശം എപ്പാവും എന്ന് പറയാൻ പറ്റും? അപ്പോൾ 90% ആളുകൾക്കും അറിയില്ല അല്ലേ? എന്താ കാരണം? അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല. അതാണോ കാരണം? വന്നാ വന്നു, നിന്നാ നിന്നു അല്ലേ? ആയാലായി. അങ്ങനെയാണോ? അത് നോട്ടീസ് ചെയ്യാത്തതാണോ? ചില കുട്ടികളുണ്ട് ഉമ്മാരെ കൂട്ടിയിട്ട് വരും കാണിക്കാൻ. പീരിയഡ്സിൻ്റെ ഡേറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ ഉമ്മാനൊരു നോട്ടാ. ഉമ്മ പറയണം അവളെ പീരിയഡ്സിൻ്റെ ഡേറ്റ്. ഉമ്മക്ക് അത്രയും അറിയില്ല. ഉമ്മ പറയും അതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ എനിക്ക് പീരിയഡ്സ് ആയതിൻ്റെ ഒരാഴ്ച മുന്നേയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നാ പീരിയഡ്സ് ആയത്? അപ്പോൾ പറയും നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം നടന്നില്ലേ, അതിൻ്റെ ഒരു 5 ദിവസം മുൻപ്. ഇങ്ങനെയൊക്കെയാണ് പറയുക അല്ലേ? ശരിക്കും അങ്ങനെ പാടുണ്ടോ? നമ്മുടെ ഡേറ്റ് നമുക്ക് തന്നെ അറിയണ്ടേ? നോട്ട് ചെയ്ത് വെച്ചൂടെ? അപ്പോഴല്ലേ അടുത്ത പീരിയഡ്സ് കൃത്യമായിട്ട് വരുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ജനുവരി 1-ാം തീയതി പീരിയഡ്സ് ആയൊരു പെൺകുട്ടിക്ക് അടുത്ത മാസം ഫെബ്രുവരി 1-ാം തീയതി തന്നെ ആവണം എന്നില്ല. ആ കുട്ടിക്ക് 15 ദിവസം മുന്നിലേക്കോ 15 ദിവസം പിന്നിലേക്കോ പോകാവുന്നതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഡേറ്റ് എന്നാണ്? അടുത്ത ഡേറ്റ് ജനുവരി 15-ാം തീയതിയുടെയും ഫെബ്രുവരി 13-14 ഉള്ളിലായിട്ട് വന്നാൽ മതി. ക്ലിയർ ആയോ?